എനിക്കറിയേണ്ടത് ആ ബില്ലെവിടെ മക്കളെ, പിന്നെ ആ തള്ളെവിടെ മക്കളെ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസക്കാലം KSEB നമുക്ക് സർക്കാർ ചെലവിൽ അച്ചടിച്ച് നൽകിയ ബില്ലുണ്ടല്ലോ, അതിൽ താഴെ പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്ന് മലയാളത്തിൽ എഴുതി വെച്ച ഒരു വരി ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത മാസം ബില്ല് വരുമ്പോൾ അതിൽ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് അനുഭവവേദ്യമാക്കിയ 1 മാസക്കാലം എന്ന് ഇൻവേർട്ടഡ് കോമയിൽ പ്രിന്റ് ചെയ്ത് തന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, ഉള്ള കറണ്ട് ഉള്ള കാലത്ത് കൊടുക്കാനാണെങ്കിൽ ഈ പറയുന്ന ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും IAS ഉദ്യോഗസ്ഥരുടെയും ഒന്നും മേൽനോട്ടത്തിൻ്റെ ആവശ്യമില്ല. ഇത് കുറച്ച് ഉദ്യോഗസ്ഥർക്ക് വളരെ സാങ്കേതികമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മളൊരു വിഷയത്തെ സാങ്കേതികമായി ന്യായീകരിക്കണമോ രാഷ്ട്രീയമായി വിശദീകരിക്കണമോ എന്ന സെലക്ഷൻ നമ്മളുടേതാണ്. അത് ചില സമയത്ത് നമുക്ക് ഈ കഴിഞ്ഞ കാലത്തെ പവർ കൺസംഷൻ, ചൂടിൻ്റെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വ്യത്യാസം എന്ന നിലയ്ക്ക് നമുക്ക് പരിശോധിക്കാൻ തോന്നും. ചില സമയത്ത് നമുക്കതൊരു രാഷ്ട്രീയ കാലത്തിൻ്റെ പിടിപ്പുകേട് എന്ന നിലയ്ക്ക് പരിശോധിക്കാൻ തോന്നും. ഇതിലേത് വേണം എന്നുള്ളത് നിർഭാഗ്യവശാൽ നമ്മുടെ മാത്രം വളരെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമാകുന്ന സമയത്താണ് അത് എക്സ്പോസ്ഡ് ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വി ശിവൻകുട്ടി പോസ്റ്റ് ഇട്ടത് 2024 ഏപ്രിൽ 5-നാണ്. ഈ പവർ കട്ട് എന്ന് കേട്ടിട്ട് എത്ര കാലമായി എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എന്താണ്? ശരിയല്ലേ അത്? അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ടാണ് എന്നുള്ളതാണ്. അങ്ങ് ചിന്തിച്ചെടുത്താൽ മതി. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് പവർ കട്ട് എന്നുള്ളതാണ്. എന്താണ് പവർ കട്ട്? എന്താണ് ലോഡ് ഷെഡിങ്? പവർ കട്ട് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ആയിട്ടുണ്ടാകുന്ന ഒരു പവർ ഫെയിലിയർ ആണ്. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ അൺപ്ലാൻഡ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുമാണ് UDFന്റെ കാലത്ത് ഈ ഫെയിലിയർ ഉണ്ടായത് എന്നാണോ വി ശിവൻകുട്ടി പറഞ്ഞത്? അങ്ങനെ ഒരു വാദം PR സുനിലുണ്ടോ? അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നോ UDFന്റെ കാലത്ത് പവർ ഫെയിലിയർ, അതോ ലോഡ് ഷെഡിങ് ആയിരുന്നോ? ലോഡ് ഷെഡിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ ഈ സാങ്കേതികമായ കാര്യങ്ങളിൽ തെറ്റ് അപ്പുറത്തും പറ്റുന്നുണ്ട്. കാരണം പവർ കട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ലോഡ് ഷെഡിംഗ് ആണ് ഉണ്ടായിരുന്നതെന്നാണ് വാദം. ആയിക്കോട്ടെ. അപ്പോ ഈ പവർ കട്ട് എന്ന വാക്കാണല്ലോ വി ശിവൻകുട്ടി പോസ്റ്റിൽ ഉപയോഗിച്ചത്. 2 വാക്കില്ല, അതിനകത്ത് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ലോഡ് ഷെഡിംഗ് പറയുന്നത് പ്ലാൻഡ് ആണ്. അത് ഓരോ സമയത്ത് ഓരോ ഇടങ്ങളിൽ വെച്ച് നമുക്ക് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയാത്ത സമയത്ത് വളരെ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന ഈ സപ്ലൈ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. ഇത് രണ്ടുമല്ലാത്ത ഈ ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. പവർ കട്ട് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും, ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ നൊന്തുപോകും. ഫ്രീക്വൻസി ഡ്രിപ്പിംഗ് ആണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിശദീകരണം. ഇതൊന്ന് വിശദിപ്പം KSEB ഓഫീസിൽ രാത്രി ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഒരു 1-2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു അമ്മ കുടുംബമടക്കം KSEB ഓഫീസിലേക്ക് എഴുന്നേറ്റ് പോകണമെങ്കിൽ അവർക്ക് രാവിലെ എഴുന്നേറ്റ് പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലോ, നിൽക്കാൻ കഴിയാത്ത പ്രശ്നമുള്ളത് കൊണ്ടും ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്നതുമൊക്കെ കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം ഒരു സമരമാർഗം എന്ന നിലയ്ക്കായിരിക്കുമല്ലോ.